ഒരു ഐതിഹ്യ ബന്ധം ഭാവനയിൽ വാർത്തെടുത്തതാണ് ഈ ദൃശ്യശില്പം. ദൈവത്തിന്റെയും ഗുരുജനങ്ങളുടെയും അഭിമന്യ സദസ്സിന്റെയും അനുഗ്രഹാശിസുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്ന് പൂതൽ വരണ ദിവസല്ലേ? അതെന്താ സാധനം? അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ? പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലിന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. എനിക്കതൊന്ന് കേൾപ്പിച്ചല്ലോ. പിന്നെന്താ, ദാ കേട്ടോളൂ. ആറ്റിൻവക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിപ്പോഴും നീ പിറന്നു. പുണ്ണിക്കരയിലേക്കിങ്ങിനെ കൊണ്ടുകൊണ്ടുണ്ണിക്കു കാതേ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേരി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിലെ മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേരി. താഴെ വെച്ചാലും ധരിച്ചാലും തലയിൽ വെച്ചാൽ വേദനിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിയിട്ടു തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് അന്തളെ പൂണ്ടുട കട്ടിയുടക്കിട്ടു ചാഞ്ഞുമയക്കുന്നു നങ്ങേരി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതു കുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ളി കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും നങ്ങീരൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണതും നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, എന്തൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ? ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്തുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരളെ ഓന്നണയും പൊൻകതിരെ ഓലയിടു താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമര ചോട്ടിലെറിഞ്ഞൊളിനെയും പെൺകൊടിയേ. പൊന്നുണ്ണി പൂങ്കരളെ ഓന്നണയും പൊൻകതിരെ വണ്ടോടിൻ വടിവിലും നീലക്കല്ലോലകളിൽ മാന്തളിരിൽ തൂവെള്ളി ചെറുമുല്ല പൂമുടയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിനിടയിൽ നെഴുതാലോ ഓലയെഴുത്താണികൾ
കാണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയൂ പൂത്തമല ചോട്ടിലും മുളിനെയും പെൺകൊടിയെ ഓലയൊരു കാണികളെ കാട്ടിലിരാ ഞാൻ കളവു കാട്ടിലിരാ ഞാൻ കളവു. എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങൾ കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണ്ടല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും അല്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. വെയിൽ മങ്ങി മഞ്ഞ് കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ പൊങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി നങ്ങേരി നിന്നു തേങ്ങി. ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളമ്മ നീട്ടി കഴിക്കും പരനീരല്ല നീളമേ നിശ്ചലം നിന്നു പോയി. കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടി ഇരുന്ന പൂതം പൂവൻ പഴം പോലുള്ളുന്നിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേങ്ങലുകൾ പൂരിത ദുഃഖമേ തേങ്ങലുകൾ. ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു എന്നോ? പിന്നെ ഭൂതം എന്താ ചെയ്തേ? പൊന്നും മണികളും കിഴികെട്ടി തന്നില്ല പൊന്നാരം കുത്തനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുന്തിലെത്തിച്ചു തുറച്ചു. ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികണ്ടേ ഭൂതമേ നീ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണുന്നില്ലോ. ഭൂതം വേറൊരു വിദ്യ എടുത്തു. പതിച്ചു ഭൂതം ചേലൊരു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ടിയെ നിർമ്മിച്ചു ഭൂതം മാർക്കൂടലുക്കേ എന്നോദീ ഭൂതം. അമ്മയെടുത്തി ഉമ്മ കൊടുത്തി തൻ
രഞ്ജിതമോദം മൂർധാണിങ്കൽ തടകി തടകി കുല്യവാലെ വേറിട്ടൊന്നെന്നോദിയേറ്റാൽ പെറ്റവയറ്റിനെ വഞ്ചിക്കുന്നൊരു പൊട്ടപ്പൂതമിതെന്നു കയത്താൾ താളം കൊണ്ടു വിതക്കേ കൊടിയൊരു ശാപത്തിന്നവൾ കൈകളുയർത്താൾ. അപ്പൊ ഭൂത എന്ത് ചെയ്തു? അതല്ലേ കേൾക്കണ്ടേ. വിറച്ചു പതിച്ചു ഭൂതം കുട്ടിയെ വേഗം വിട്ടു കൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കേ എന്നുടെ നേരെ ഓപമിതേറെ കരുതരുമെന്നേ നിറ്റിടല്ലേ. നിന്നുടെ കണ്ണുകൾ മുൻപടി കാണും നിന്നുടെ കുഞ്ഞിനു തന്നെ നോക്കും തൊഴുതോ വിതച്ചേ നിന്നു ഭൂതം കൊണ്ടുമടങ്ങിയടങ്ങി ഭൂതം. ഉണ്ണിയെ കിട്ടിയില്ലേ? അമ്മയ്ക്ക് സന്തോഷായി. പാവം ഭൂതം സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണ് തുറച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞിട്ടെങ്ങനെ കണ്ടമുണങ്ങി പൂക്കും കാലം കളമപ്പൊതിർമണി കളമതിരൂക്കൻ കുന്നുകൾ തേക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണിക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളുടെ വീട്ടിനു മംഗളമേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമകന്നിനെ തന്നേയെന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിത്തോറും കൊന്നുവരുന്നു തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണി അന്വേഷിച്ചു വരണതാ പൂതൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ. നമുക്കങ്ങോട്ട് ചെല്ലാം. മുത്തശ്ശി എത്ര പാവാണ്. മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാണ്. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാകുന്നു. ചെയ്യും നല്ല പണിക്കൂടം അയ്യയ്യാവരവൻ തിരുവൃത്തം ചെയ്യും നല്ല പണിക്കൂടം അയ്യയ്യാവരവൻ തിരുവൃത്തം ചെയ്യും നല്ല പണിക്കൂടം അയ്യയ്യാവരവൻ തിരുവൃത്തം ചെയ്യും നല്ല പണിക്കൂടം അയ്യയ്യാവരവൻ